ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എറണാകുളത്തേക്കാണ്. ഒറ്റ ദിവസം കൊണ്ട് എറണാകുളം മൊത്തം കവർ ചെയ്യാന്നുള്ള അത്യാഗ്രഹമായിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു അത്യാഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങാമെന്നുള്ളൊരു ബോധവും കൂടെ വേണ്ടേ ഗൈസ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മണി 11:30 ആയിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വല്ലാർപാടം പള്ളിയിലോട്ടാണ് പോയത്. ആദ്യം അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി പള്ളിയുടെ ഉള്ളിലോട്ട് കയറിയിട്ടോ. പള്ളിയുടെ ഉള്ളും അതിൻ്റെ ചുറ്റും കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. കുർബാനയും കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. പള്ളിയുടെ രണ്ട് വശത്തായിട്ട് ഈശോയുടെയും മറ്റും ഓരോ രൂപങ്ങൾ ഇരുവശത്തായിട്ടും ആ ഒരു ഷേപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ഭംഗിയായിരുന്നു. പിന്നെ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് എല്ലാവരും മുറ്റമടിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നത് ഞാൻ അവിടുത്തെ അടുത്തിരുന്ന ഒരു അമ്മമ്മയോട് ചോദിച്ചു, ഇതെന്താ എല്ലാവരും ഇങ്ങനെ മുറ്റമടിക്കണേ, വന്നവരെല്ലാവരും മുറ്റമടിക്കുക, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടകാലമൊക്കെ തീരുന്നതാണ് അത്ര വിശ്വാസം. അപ്പോൾ ഞങ്ങളും മുറ്റമൊക്കെ അടിച്ച് നേരെ പള്ളിയുടെ ഉള്ളിലോട്ടൊക്കെ പോയി കുറച്ച് നേരം അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരു കുറച്ച് സമയം മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ നമ്മൾ പുറത്തേക്ക് വന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയത് നേരെ വൈപ്പിനിലോട്ടാണ്. നേരെ ജങ്കാറിലോട്ട് വണ്ടിയായിട്ട് കയറാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര ക്യൂ, ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ നേരെ അവിടെ വണ്ടി സൈഡിൽ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ജങ്കാറിലോട്ട് കയറിയിട്ടോ. ഒടുക്കത്തെ ക്യൂ ആണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ചേട്ടനോടൊന്ന് വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ വീഡിയോ എടുത്തു തന്നാണ് കേട്ടോ അത്. അപ്പോൾ നേരെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലോട്ടാണ് കേട്ടോ, ജങ്കാറിലൊക്കെ കയറി ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് ഈ ജങ്കാറിൽ കയറുന്നതേ. അപ്പോൾ നമ്മുടെ കൂടെ വരുന്നവർക്കേ ഒരു പൊട്ട സ്വഭാവമുണ്ട്. കായലിൻ്റെയൊക്കെ നടുക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിനക്ക് നീന്താൻ അറിയാമെന്നൊക്കെ ചോദിക്കും. സംഭവം കുറച്ച് ഔട്ട് ഓഫ് ഫാഷൻ ആണെങ്കിലും ചെറുതായിട്ടൊന്ന് പേടിച്ചോന്നൊരു ഡൗട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയിട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങോട്ട് ഒരേ നടത്തുമായിരുന്നു ഗൈസ്. നടന്ന് കാലൊക്കെ വേദനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കായലിൻ്റെ അരികത്തൂടെ നടക്കാനും ഉണ്ടായിരുന്നു ഒരു സുഖം. പിന്നെ ഫോർട്ട് കൊച്ചിയുടെ കായലിൻ്റെയും ഫോർട്ട് കൊച്ചിയുടെ ഭംഗിയെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത് ഏകദേശമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് വിവരിക്കുന്നില്ലേ. ഞങ്ങളങ്ങനെ കുറേ നേരം അതിൻ്റെ എൻഡ് വരെ നടന്നു കേട്ടോ. അങ്ങനെ നടന്ന് കാലൊക്കെ കഴിച്ച് ലാസ്റ്റ് എത്തി ഗൈസ്. ലാസ്റ്റ് എത്തിയപ്പോൾ അതേ കായലും കടലും കൂടെ ചേരുന്നൊരു സ്ഥലം. അവിടെ എത്തിയപ്പോൾ കുറച്ച് തിരമാല ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ചു. വാട്ടർ മെട്രോയിൽ ഇതുവരെ കയറിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നേരെ വാട്ടർ മെട്രോയിലേക്കാണ് പോയത്. മെട്രോയിൽ കയറിയതും ചേച്ചി അനിയത്തി കൊണ്ട് നേരെ വിൻഡോ സീറ്റിലേക്ക് ഓടിച്ചാടി പിടിച്ചു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഈ കായൽ കാണുന്നുണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖമാണ് ഗൈസ്. അതിനുശേഷം നമ്മൾ അവിടെ അടുത്തുള്ള സുഭാഷ് പാർക്കിലോട്ടാണ് പോയത്. അത്യാവശ്യം നല്ല പാർക്കാണ് അത്. കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. നമുക്ക് അത്യാവശ്യം സൊറപറഞ്ഞിരിക്കാനുള്ള നല്ല ഗ്രീനിഷും തണുപ്പും നല്ല കാറ്റൊക്കെയുള്ള നല്ല സ്ഥലങ്ങളും ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങൾ നേരത്തെ തന്നെ നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയപ്പോൾ അവിടെ ആ ഭംഗിയൊക്കെ അങ്ങോട്ട് ആസ്വദിച്ചിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. പിള്ളേർക്ക് ക്ഷീണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ കണ്ട റൈഡിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം കളിച്ചു കേട്ടോ. പിന്നെ പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ എന്ന് പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. കായലും നോക്കിയിരിക്കാൻ അവിടെ നല്ല ഭംഗിയാണ്. നല്ല പാർക്കാണ്, നല്ല രസമുള്ള പാർക്കാണ്. കുറച്ച് എത്ര സമയം വേണമെങ്കിലും ഇരുന്നാലും നമുക്ക് മടുപ്പ് വരില്ല, അത്രയും നല്ല രസമാണ് കേട്ടോ അവിടെ ഇരിക്കാൻ. മനസ്സിലായല്ലോ ഞങ്ങൾ ഏകദേശം എത്രത്തോളം എറണാകുളം കവർ ചെയ്തിട്ടുണ്ടാവുന്നു. കാരണം സമയം 5 മണി ആയിട്ടോ. പിന്നെ കുട്ടിയും കൊണ്ട് വേറെ പോകാനുള്ള സ്പേസ് ഒന്നും ഇല്ല, കാരണം അവൾ ഏകദേശം ചിനിങ്ങി തുടങ്ങി. കരയുന്നത് കണ്ടപ്പോൾ നമ്മൾ നേരെ ഒരു ബോട്ടിൽ കയറി നമ്മൾ നേരെ വണ്ടി നിർത്തിയ സ്ഥലത്തോട്ട് തിരിച്ചു വന്നു കേട്ടോ. നേരെ നമ്മൾ വീട്ടിലോട്ടും പോയി. വീടെത്തിയപ്പോൾ സമയം 7:30. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.